നടന്നു പോകുന്നു, കുഴിയിലേക്ക് വീഴുന്നു, കുഴിയിൽ നിന്ന് കയറണം, പക്ഷെ അയാൾ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് വീഴുന്നു. അതെങ്ങനെ നമ്മളത് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ പറയും? ഇയാൾ ഒരു കൊമേഡിയനല്ലേ? മാഡം എന്നൊക്കെ വിളിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നേ. അല്ല മോളല്ല, അദ്ദേഹം മാഡം എന്നൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞേ. പറയൂ, ഒരു സ്റ്റാൻഡപ്പ് കോമഡി പറയൂ. ഞാൻ പറഞ്ഞു, ഒരാൾ കുഴിയിൽ വീഴുന്നു, വീണ്ടും വീണ്ടും വീഴുന്നു, അതിനെക്കുറിച്ച് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടാക്കാമോ? പറഞ്ഞിട്ട് അവള് തന്നെ ചിരിക്കുന്നു. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. എങ്കിലും മോള് അറ്റംപ്റ്റ് ചെയ്തല്ലോ. ഇപ്പം 18 സ്റ്റാൻഡപ്പ് ചെയ്തു, 9 കോമഡി ചെയ്തു അല്ലേ, സ്കിറ്റ് ചെയ്തു. കുഞ്ഞിനെ എങ്ങനെ അറിയാനാ? നേരത്തെ പറഞ്ഞിട്ട് വരണ്ടേ? നിനക്കൊന്ന് നേരത്തെ പറഞ്ഞിട്ട് വന്നൂടെ അല്ലേ മോളെ? പഠിച്ചു വെച്ചേനെ. അതാ പറഞ്ഞ പ്രേക്ഷകരോട്, നിനക്കൊന്ന് നേരത്തെ പറഞ്ഞിട്ട് വന്നൂടെ? കുഞ്ഞ് പഠിച്ചു വെക്കത്തില്ലായിരുന്നോ? സോറി മാഡം, ഇനി അങ്ങനെ പറഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്റെ നമുക്ക് മിമിക്രി കേട്ടാലോ? But we are not beggars. You enjoy the status in life because of our certain blood. Let it be the last time if you dare say that word once more. I will pull out your bloody tongue. കൈയടിക്കടാ. അടി. ഇനി അടുത്ത ആരാ ചെയ്യാൻ പോകുന്നത്? അടുത്ത സത്യമാഷ. ഓക്കേ, പോരട്ടെ. കുറച്ച് സ്ഥലം വേണേ. ദാ ഇവിടെ നിന്ന് ചെയ്തോ, എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചെയ്തോ. ചെയ്തോ. വരുമ്പോൾ എന്നെ ഇട്ട് തടവിത്തരാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റ് വളർത്താൻ, ഒടുവിൽ ഒരു നാൾ വടിയാകുമ്പോൾ നെഞ്ചടിച്ച് കരയാൻ എനിക്കൊരു മക്കറ്റിനെ വേണം. എല്ലാ മക്കത്തിനെ വേണം. വരുന്ന എൻ്റെ കുട്ട. ഇങ്ങനെ ആക്കത്തില്ല, ഇങ്ങനെ ആക്കണ്ടല്ലോ, ആക്കത്തില്ല. ഒന്ന് കാണിച്ചേ, ആക്ഷൻ ഉണ്ടല്ലോ, ഒന്ന് കാണിച്ചേ. ഇത് ഇങ്ങനെ ഇങ്ങനെ പോരുന്നു തോന്നുന്നു. ഇനി ആരാ കാണിക്കുന്നത്? ഈ മുടിയൊക്കെ ആരാ ഇങ്ങനെ സ്റ്റൈലാക്കി തന്നെ? സ്റ്റൈല് പിന്നെ ഈ എന്താ ഈ ഷാമ്പു ആണ് എനിക്ക് സ്റ്റൈലാക്കി തന്നെ. ഷാമ്പു ഇടണമെങ്കിൽ അത് ആരെങ്കിലും പറയണ്ടേ സ്റ്റൈലാക്കാൻ വേണ്ടിട്ട്? അത് എൻ്റെ അമ്മാനെ. അമ്മാനാ? ഓക്കെ, എന്നാ അടുത്ത കാണിച്ചു നോക്കട്ടെ. അടുത്തത് ലാലേട്ടനെ അറിയാം. ചെറിയ കട്ടൊക്കെ ഉണ്ട് കേട്ടോ, തലയൊക്കെ ചരിക്കുക കേട്ടോ. ഓക്കെ, ഈ സൈഡിൽ അത് പുഷ്പയാണ്. അത് ഇങ്ങനെ കാണിക്കുന്ന പുഷ്പയാണ്. ഇടത്ത് ചരിച്ചോ, ഇടത്ത് ഉള്ളു ചരിഞ്ഞ്. ലാലേട്ട ഇങ്ങനെ തന്നെ. ശരി, ഓക്കെ. അതെ, എൻ്റെ അറിവറാകുന്ന ശേഖര കാൽസ്യത്തിന് ഞാൻ മേടിച്ച ഹൈറ്റബിൾ എൻ്റെ ചൈൽഡ് പിടിച്ചു വിട്ടപ്പോഴും കുണ്ണന്തം കേച്ചോണ്ടിരുന്ന കോലേസ്കിന് തട്ടിയിട്ടപ്പോഴും എന്നെ കൊല്ലാ വിട്ടത് എൻ്റെ കഴിവുകേടായി കാണാൻ പാടില്ല. അടിപൊളി, അടിപൊളി, സൂപ്പർ. ഇനി നിങ്ങൾ അടിപൊളി ഫ്രണ്ട്സ് ആവണം കേട്ടോ. നല്ല കലാകാരൻ കേട്ടോ, സൂപ്പർ ആവണം കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു മോള് പാട്ട് പാടണം, ഇവള് ഡാൻസ് കളിക്കും ഇവിടെ നിന്നിട്ട്. കോമഡിയാണോ? മക്കള് പാടിക്കോ. കൈയടിക്കടാ. കളിച്ചേ, അടുത്ത സ്റ്റെപ്പ് കളിച്ചേ. ഒന്നുകൂടെ ഇല്ലു മീനാക്ഷി ഒന്നുകൂടി ഇടാം. ഇല്ലു മീനാക്ഷി ഒന്നുകൂടി ഇടാം. അടിപൊളി, സൂപ്പർ സൂപ്പർ. പാടിക്കോ. ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കാം.
അടിപൊളി സൂപ്പറാ മക്കളെ കേട്ടാ അടിപൊളി മോനെ നീ പാടിയടാ അടിപൊളി കേട്ടോ സൂപ്പർ ഡാൻസ് കേട്ടോ ഇവിടെ അന്ന് ഡാൻസ് കളിച്ചായിരുന്നല്ലേ നമ്മുടെ കൂടെ ആ ഡ്രസ്സിന്റെ ആയിരുന്നു നമുക്ക് ഭയങ്കര ഗൗണൊക്കെ ഇട്ടുണ്ടല്ലേ കളിച്ച് ഇപ്പൊ ഫ്രീ ആയില്ലേ ഇനി ഒരു കോമഡി പറയാന്ന് പറഞ്ഞല്ലോ അല്ലേ ചെയ്യാന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് വെച്ചിട്ട് ചെയ്യാം അത് നോക്കി ചെയ്തോ കേട്ടോ അത് ഞാൻ ശിവയെടുത്ത് പറഞ്ഞപ്പോ ഇവക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമഡി അത്ര വലിയ കോമഡി ഒന്നുമല്ല പരിപ്പിന്റെ കോമഡി ഒരാളിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോയിരുന്നേ അപ്പൊ ഒരു കുട്ടി നടന്നു പോകുന്നുണ്ട് അപ്പൊ ആ കുട്ടി ഭയങ്കര വിശപ്പ് ആ കുട്ടി അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ആ ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ അപ്പൊ ആ കുട്ടിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട് ചോറ് കയ്യിലുണ്ട് പക്ഷെ ആ ഒരാളെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുന്നറിയോ അയാളെ ഇടിച്ചിട്ട് അയാളുടെ പരിപ്പ് എടുത്തു എന്നിട്ട് ആ കുട്ടി ആ പരിപ്പും കൂട്ടി ചോറ് കഴിച്ചു മൈക്ക് തരണ്ടായിരുന്നു നിനക്ക് ഇതാ ചുമ്മാ മക്കളെ കേട്ടോ ഇതൊക്കെ നമ്മുടെ ഈ ഇന്റർവ്യൂലെല്ലാം അങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് എൻ്റെ ഇടയ്ക്ക് റിലാക്സേഷൻ ആണ് ഈ കുട്ടികളുടെ അടിപൊളി മോളെ മോള് പറഞ്ഞേ എന്നോടോ ആ ശരി ആയിക്കോട്ടെ ചോദിക്ക് ആ അതായത് ഞാനിപ്പോ പെട്ട് കിടക്കുന്നത് ആ മരുഭൂമിയിലാണ് ഞാൻ പെട്ട് കിടക്കുന്നത് ആ ആ മരുഭൂമിയില് പെട്ടു തേങ്ങയുണ്ട് പക്ഷെ അതൊക്കെ കിടക്കണം അറിയാം മണല് മാത്രമല്ലേ ഉള്ളൂ കിടക്കാനും പറ്റത്തില്ല കിടക്കണം തേങ്ങയുള്ളൂ പെട്ടു ഞാനും പെട്ടു എനിക്കറിയത്തില്ല എന്നെ ഈ നിമിഷം ഈ ഭൂമിയിൽ നിന്ന് ഞാൻ താഴോട്ട് പോയാലും കുഴപ്പമില്ല പിള്ളേരുടെ മുമ്പിൽ തോറ്റു പോവാണ് ഞാൻ ഇനിയും ഉണ്ടോ മക്കളെ പറഞ്ഞ ഉത്തരം കൊള്ളാം കേട്ടോ സൂപ്പറായിട്ടുണ്ട് അതായത് പുള്ളിക്കാരി പറഞ്ഞത് മുറിയില്ല അവിടെ കിടക്കാൻ പക്ഷേ ഈ തേങ്ങയുടെ മുറിയിൽ ഒരു മുറിയിൽ കിടക്കേ ഒരു മുറിയിൽ വാടക കൊടുക്കുകയും ചെയ്തു കാശ് ഉണ്ടാക്കിയല്ലേ പൊളി ആ ആ അതായത് ഒരു ഗ്രാമത്തിൽ അയാൾ മാത്രമേ ഉള്ളൂ അല്ല ഒരാൾ മാത്രമേ ഉള്ളൂ അയാൾ ആ ഗ്രാമത്തിൽ പെട്ട് കിടക്കുന്നു തോക്ക് മാത്രമേ ഉള്ളൂ അയാൾ വെടിവെച്ചങ്ങ് പോവും അനുചേട്ടാ ഞാൻ പോട്ടെ സാറിന് വല്ലതും ചോദിക്കാനുണ്ടോ ഒരാളൊരു കാട്ടില് പെട്ടിടക്കാം മൊത്തം ചെടികൾ അയാൾക്ക് മുന്നോട്ട് പോവാനേ പറ്റുന്നില്ല അയാളുടെ ഒരു കുപ്പിയുണ്ട് കുടിക്കുന്ന ഒരു കുപ്പിയുണ്ട് അപ്പൊ അയാൾ എങ്ങനെ എവിടെ പെട്ട് കിടക്കുന്ന ആള് അയാൾ ഭയങ്കര ഒരു ചെടിയെല്ലാം ഉള്ളത് അയാൾക്ക് നടക്കാനേ പറ്റൂല അയാൾ അവിടെ തന്നെ നിൽക്കട്ടെ എങ്ങും പോണ്ട പെട്ട് തന്നെ കിടക്കട്ടെ അയാള് ഇത് കുടിക്കും എന്നിട്ട് അയാൾ വാട് വെക്കും ആ വാട് വെച്ചതൊക്കെ വെട്ടി അയാൾ നടന്നു